ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു ഇമേജ് എങ്ങനെ റീസൈസ് ചെയ്യാമെന്നാണ്. ഒരു ഇമേജിൻ്റെ സൈസ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ ചെയ്യാമെന്നാണ്. നമ്മളിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ആ ഇമേജ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്. സോ ഈ ഇമേജ് നമ്മൾ ഇതിൻ്റെ സൈസ് കുറയ്ക്കുകയും കൂട്ടുകയും അതുപോലെ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇതിലാദ്യം നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഡൗൺ സ്കെയിലാണ്. ഡൗൺ സ്കെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇമേജിൻ്റെ സൈസ് കുറയ്ക്കുക. ഡിക്രീസ് ഇമേജ് സൈസ്. ഓക്കെ, നമ്മൾ വിത്ത് ആസ്പെക്ട് റേഷ്യോ മെയിൻറ്റെയിനിങ് ആസ്പെക്ട് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഇമേജിൻ്റെ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 4:3 ഇമേജ് ആണെങ്കിൽ അത് നമ്മൾ ഡൗൺ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാലും ഇമേജ് സൈസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാലും നമുക്കത് 4:3 ലഭിക്കണം. അതിനെയാണ് നമ്മൾ മെയിൻറ്റെയിനിങ് ആസ്പെക്ട് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് മെയിൻറ്റെയിനിങ് ആസ്പെക്ട് റേഷ്യോ. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡൗൺ സ്കെയിലാണ്. ഡൗൺ സ്കെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ഇമേജിൻ്റെ സൈസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇമേജിൻ്റെ സൈസ് ഒന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ പ്രിൻറ്റ് img.shape പ്രിൻറ്റ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ രീതിയിൽ താഴെ 464 ഹൈറ്റും അതുപോലെ 753 വിഡ്ത്തുമാണ് ഇതിനുള്ളത്. സോ ഈ ഒരു ഇമേജാണ് നമ്മൾ റീസൈസ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഡൗൺ സ്കെയിലാണ് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ആസ്പെക്ട് റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ലഭിക്കേണ്ടതുണ്ട്. സോ നമ്മൾ വിഡ്ത്ത് ലഭിക്കണമെങ്കിൽ വിഡ്ത്ത് നമ്മൾ ഷേപ്പിലെ നമ്മൾ img.shape നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം വിഡ്ത്ത് എന്ന് പറയുന്നത് 753 ആണ്, ഹൈറ്റ് 464 ആണ്. ഓക്കെ, 464 അതുപോലെ 753 പിന്നെ 3 ചാനൽസ് ഉണ്ടായിരിക്കും. സോ നമ്മൾ ഈ ഒരു അറേക്കുള്ളിലെ ഒന്നാമത്തെ എലമെൻ്റാണ് ഷേപ്പ് എന്ന് പറയുന്ന അറേക്കുള്ളിലെ ഒന്നാമത്തെ എലമെൻ്റാണ് 753 നമ്മൾ വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ എലമെൻറ്റ് 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് ഹൈറ്റ് നമുക്ക് image.shapeലെ ആദ്യത്തെ എലമെൻ്റാണ്. അപ്പോൾ നമ്മളതിന് 0 ഇൻഡെക്സ് കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് ലഭിച്ചു. പിന്നെ നമുക്ക് നോക്കേണ്ടത് സ്കെയിൽ പെർസെൻറ്റേജ് ആണ്. സോ നമ്മളിവിടെ സ്കെയിൽ എന്ന് കൊടുക്കുന്നു. സ്കെയിൽ പെർസെൻറ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഇമേജിൻ്റെ 50% ആണോ അല്ലെങ്കിൽ 60% ആണോ അല്ലെങ്കിൽ 25% ആണോ നമുക്ക് ഇമേജ് ചെറുതാക്കേണ്ടതെന്നാണ്. സോ നമ്മളിവിടെ തൽക്കാലം 50 എന്ന് കൊടുക്കുന്നു. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് കാണേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ഡയമെൻഷൻ ഈക്വൽ ടു നമുക്ക് അതുപോലെ വിഡ്ത്ത് ഹൈറ്റ് ആണ്. ഹൈറ്റ് ഉദാഹരണമായി നമ്മുടെ വിഡ്ത്തും ഹൈറ്റും നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ വിഡ്ത്ത് ഉദാഹരണമായി വിഡ്ത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലഭിക്കുക 753 ആണ്. ഓക്കെ, സോ നമുക്കിതിനെ നമ്മുടെ സ്കെയിലുമായി ഈ പുതിയ വിഡ്ത്തിലോട്ട് മാറ്റേണ്ടതുണ്ട്. സോ നമ്മൾ സ്കെയിലുമായി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സ്കെയിൽ ചെയ്യേണ്ട ആ ഒരു വിഡ്ത്ത് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിവിടെ ഇൻറ്റു അതിനുശേഷം നമ്മൾ നമ്മുടെ സ്കെയിൽ പെർസെൻറ്റേജ് എത്രയായിരുന്നു, സ്കെയിൽ ഡിവൈഡഡ് ബൈ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡൗൺ സ്കെയിൽ ചെയ്യേണ്ട ആ ഒരു വിഡ്ത്ത് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് സ്കെയിൽ എന്ന് പറയുന്ന വേരിയബിൾ ഇതിന് മുകളിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ചെയ്ത ശേഷം നമ്മൾ സേവ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 376 പോയിൻ്റ് എന്ന് പറയുന്ന പുതിയ ആ 753യുടെ 50% ആയിട്ടുള്ള 376.5 ലഭിച്ചു. സോ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാം ഇതൊരു ഫ്ലോട്ട് നമ്പറാണ്. സോ നമുക്ക് പോയിൻറ്റിൻ്റെ ആവശ്യമില്ല. സോ നമുക്കിതിനെ ഒരു ഇൻറ്റിജറിലോട്ട് മാറ്റാം. സോ നമ്മളിവിടെ ഇതുപോലെ ഇൻറ്റ് എന്ന് കൊടുത്ത് ഇനി നമ്മൾ സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലഭിക്കുക 376 മാത്രമായി. ഇപ്പോൾ നമുക്ക് ഡൗൺ സ്കെയിൽ ചെയ്യേണ്ട ഒരു വിഡ്ത്ത് നമുക്ക് ലഭിച്ചു. സോ സെയിം നമുക്ക് ഇവിടെയും ചെയ്യാം. സോ നമ്മൾ ഇത്രയും ഭാഗം ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുന്നു. സോ ഹൈറ്റിൻ്റെ നമ്മൾ 0 കൊടുക്കുന്നു. ഹൈറ്റിൻ്റെ ഇൻഡെക്സ് നമ്മൾ 0 കൊടുക്കുന്നു. സേവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡയമെൻഷൻ ലഭിച്ചു. പുതിയ വിഡ്ത്തും ഹൈറ്റും നമുക്ക് ലഭിച്ചു. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമുക്കിനി റീസൈസ് ആണ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ പുതിയ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. res1 റീസൈസ്ഡ് ഇമേജ് 1 എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. resize എന്ന് പറയുന്ന മെത്തേഡ് റീസൈസ്. സോ ഇതിനുള്ളിൽ കൊടുക്കേണ്ടത് നമുക്ക് ആദ്യം ഏത് ഇമേജാണ് നമ്മൾ റീസൈസ് ചെയ്യുന്നത്. സോ നമ്മൾ img എന്ന് പറയുന്ന ഇമേജാണ് കോമ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് റീസൈസ് നമ്മൾ പുതിയ ഡയമെൻഷനാണ് വിഡ്ത്തും ഹൈറ്റുമാണ് കൊടുക്കേണ്ടത്. സോ നമ്മളതൊരു ടപ്പിളായിട്ട് ഓൾറെഡി ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിം എന്ന് പറയുന്ന വേരിയബിൾ. ആ ഒരു വേരിയബിൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നു ഡയമെൻഷൻ.
സോ നമുക്ക് അതിന് ശേഷം ഇൻ്റർപോളേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൂടി കൊടുക്കേണ്ടതുണ്ട്. സോ ഈ മെത്തേഡിൽ നമ്മൾ കൊടുക്കേണ്ടത് cv.inter area എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിലൂടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഇമേജ് ലഭിക്കുന്നതായിരിക്കും. പുതിയ ഇമേജ് നമുക്ക് ഷോ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് cv.imshow നമുക്ക് റീസൈസ്ഡ് ഇമേജ് റീസൈസ്ഡ് 1 എന്ന് കൊടുക്കാം. കോമ കൊടുത്ത ശേഷം നമുക്ക് പുതിയ ഇമേജ് നെയിം കൊടുക്കാം, റീസൈസ്ഡ് 1. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്. ഇത് നമ്മളിപ്പോൾ റീസൈസ് ചെയ്തിട്ടുള്ള ഇമേജാണ്. ഏകദേശം ഇതിൻ്റെ 50% ആണ് നമ്മളിപ്പോൾ റീസൈസ് ചെയ്തത്. സോ ഈ രീതിയിൽ നമുക്ക് റീസൈസ് ചെയ്യാം. നമ്മൾ വിത്ത് ആസ്പെക്ട് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടിൻ്റെയും വിഡ്ത്തും ഹൈറ്റും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ ഉദാഹരണമായി നമുക്കിതിൻ്റെ 75% ആണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ സ്കെയിലിൻ്റെ ഇവിടെ വന്നതിന് ശേഷം നമുക്കിവിടെ 75 എന്ന് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു 75% നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ഡൗൺ സ്കെയിൽ ചെയ്യാം വിത്ത് മെയിൻറ്റെയിനിങ് ആസ്പെക്ട് റേഷ്യോ. ഈ രീതിയിൽ നമുക്ക് ഡൗൺ സ്കെയിൽ ഒരു ഇമേജിൻ്റെ സൈസ് നമുക്ക് കുറക്കാൻ സാധിക്കും. സോ ഇത്രയും കാര്യം നമുക്ക് തൽക്കാലം കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അപ്പ് സ്കെയിലാണ്. സോ താഴെ വരുന്നു. താഴ്ന്നതിന് ശേഷം നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ പഠിക്കുന്നത് അപ്പ് സ്കെയിലാണ്. നമ്മളിപ്പോൾ പഠിച്ചത് ഡൗൺ സ്കെയിലായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അപ്പ് സ്കെയിലാണ്. അപ്പ് സ്കെയിലിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇമേജിൻ്റെ സൈസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ഇമേജ് സൈസ് വിത്ത് മെയിൻറ്റെയിനിങ് ആസ്പെക്ട് റേഷ്യോ. ഓക്കെ, ആസ്പെക്ട് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നമുക്ക് ഇത്രയും ഭാഗം ഈ സ്കെയിലും അതുപോലെ വിഡ്ത്തും ഇത്രയും ഭാഗം നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. അതുപോലെ ഡയമെൻഷനും ഇത്രയും ഭാഗം നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. താഴെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമാണ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്രയും ഭാഗം കമൻറ്റ് ഒഴിവാക്കാം. ഈ രീതിയിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ റീസൈസ് ചെയ്യുകയാണ്. റീസൈസ് ചെയ്യുന്നതിന് നമ്മൾ തൽക്കാലം നേരത്തെ കൊടുത്ത അതേ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്യാം. താഴെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ റീസൈസ് സെയിം പ്രോസസ്സാണ്. റീസൈസ് അതുപോലെ നമ്മൾ ഇമേജ്, ഡയമെൻഷൻ, ഇൻ്റർപോളേഷൻ, ഇൻ്റർ ഏരിയ. സോ ഇവിടെ നമ്മൾ 75 കൊടുത്തത്. സോ നമ്മൾ 100-ൽ നിന്ന് താഴോട്ട് വരുമ്പോൾ നമ്മുടെ പിക്ചറിൻ്റെ സൈസും കുറയുന്നതായിരിക്കും, ഡൗൺ സ്കെയിൽ ആവുന്നതായിരിക്കും. അപ്പ് സ്കെയിൽ വേണമെങ്കിൽ നമ്മൾ 100-ൽ നിന്ന് മുകളിലോട്ട് പോകാം. ഉദാഹരണമായി ഞാനിവിടെ 150 കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള പിക്ചറിൻ്റെ 1.5 മടങ്ങ് വലിപ്പം നമുക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. സോ പുതിയ ഇമേജ് നമുക്ക് ഷോ ചെയ്യിക്കാം. സോ നമ്മൾ ഈ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റീസൈസ്ഡ് 2 എന്ന് കൊടുക്കുന്നു. റീസൈസ്ഡ് 2. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഇമേജിൻ്റെ വേരിയബിൾ നെയിമും res2 എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ res2 നമ്മൾ ഷോ ചെയ്യിക്കുന്നു. നമുക്ക് താഴെ വരാം. താഴ്ന്നതിന് ശേഷം സേവ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഇമേജ്. ഇതിൻ്റെ നമുക്ക് 150% നമ്മൾ നമ്മുടെ സൈസ് ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ അത് അപ്പ് സ്കെയിൽ ചെയ്തു. അപ്പ് സ്കെയിൽ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിച്ചു. അതുപോലെ നമുക്ക് ഉദാഹരണമായി ഒരു 150ക്ക് പകരമായി നമ്മൾ 250 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2.5 മടങ്ങ് വലിയൊരു ഇമേജ് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം നമുക്കിപ്പോൾ വലിയ ഒരു ഇമേജാണ് ലഭിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടെ ആസ്പെക്ട് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്. അതിന് നമ്മൾ 250% വലുതാക്കി. അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ഇമേജ് ലഭിച്ചു. ഈ ഒരു രീതിയിൽ നമുക്ക് അപ്പ് സ്കെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇമേജിൻ്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. മൂന്നാമതായി നമ്മൾ പഠിക്കുന്നത് ഇൻക്രീസ് വിഡ്ത്ത് ഓൺലി. വിഡ്ത്ത് മാത്രം നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നാണ്. സോ ഇതിൽ നമ്മൾ ആസ്പെക്ട് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കില്ല. സോ നമുക്കിത് വളരെ ഈസിയായി ചെയ്യാം. സോ നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത്, നമുക്ക് ഇത്രയും ഭാഗം ഇവിടുന്ന് ഇടിം വരെയുള്ള ഭാഗം ഇത്രയും നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, സ്കെയിലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത്രയും ഭാഗം ഇവിടുന്ന് കോപ്പി ചെയ്യാം. താഴെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് നമുക്ക് ഇത്രയും ഭാഗം അൺകമൻറ്റ് ചെയ്യാം. സോ നമ്മൾ വിഡ്ത്ത് ഡയറക്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. സോ ഇപ്പോൾ ഉള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കിവിടെ മുകളിൽ നോക്കിയാൽ കാണാം. നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 753 ആയിരുന്നു. സോ നമ്മൾ ജസ്റ്റ് ചെയ്യുന്നത് ഇതിന് നേരെ 300 എന്ന് കൊടുക്കുന്നു. ഓക്കെ, 300 എന്ന് നമ്മൾ നേരെ വിഡ്ത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ റീസൈസ് ചെയ്യാം. റീസൈസ് ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. സോ നമുക്കിവിടെ ഇത്രയും ഭാഗം വീണ്ടും നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം താഴെ പേസ്റ്റ് ചെയ്യാം. റീസൈസ് 3 res3 എന്നാണ് നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുന്നത്. സോ നമ്മൾ ഇമേജ്, ഡയമെൻഷൻ, വിഡ്ത്ത്, ഹൈറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ 300 കൊടുത്തിരുന്നു. നമ്മൾ ആസ്പെക്ട് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല.
സോ നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്കെയിലിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു ഹൈറ്റ് മാത്രം കൊടുത്താൽ മതി. ഹൈറ്റ് എന്ന് പറയുന്നത് 464 ആയിരുന്നു. ഓക്കെ, സോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. അതിനു മുമ്പ് നമുക്കിത് ഷോ ചെയ്യിക്കേണ്ടതുണ്ട്. സോ നമ്മൾ cv.imshow കോഡ് കോപ്പി ചെയ്യുന്നു. റീസൈസ്ഡ് 3 എന്ന് കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ഇമേജ് വേരിയബിൾ നെയിം res3 എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ഒറിജിനൽ ഇമേജ് ആണ്. ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ ഇതുപോലെ 300 ആക്കി കൊടുത്തു. ഇത്ര കൊടുത്തപ്പോൾ നമുക്ക് ഈ രീതിയിൽ ലഭിച്ചു. ഇപ്പോൾ നമ്മൾ ആസ്പെക്ട് റേഷ്യോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ആസ്പെക്ട് റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് വിഡ്ത്ത് മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഉദാഹരണമായി വിഡ്ത്ത് നമ്മൾ ഒരു 1000 കൊടുക്കാം. 1000 കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതായത് നമ്മുടെ ഒറിജിനൽ ഇമേജ്. ഇത് നമ്മളിപ്പോൾ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ്. സോ ഈ രീതിയിൽ നമുക്ക് വിഡ്ത്ത് മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഹൈറ്റ് മാത്രം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ഇത്രയും ഭാഗം താഴോട്ട് ഇതുപോലെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഇത്രയും മുകളിലത്തെ ഭാഗം നമുക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇൻക്രീസ് ഹൈറ്റ് ഓൺലി. നമ്മൾ വിഡ്ത്തിന് പകരമായി നമ്മളിവിടെ ഹൈറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ വിഡ്ത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു ഇമേജ് വിഡ്ത്തിൻ്റെ നമ്മുടെ ഇമേജിൻ്റെ ഒറിജിനൽ വിഡ്ത്ത് നമ്മളിവിടെ കൊണ്ടുവരുന്നു. വിഡ്ത്ത് നമ്മൾ ഇൻഡെക്സ് 1-ലാണുള്ളത്. ഹൈറ്റ് നമുക്ക് ഇവിടെ ഒരു 100 കൊടുക്കാം. ഓക്കെ, 100. ശേഷം ബാക്കി നമ്മൾ റീസൈസ്ഡ് 4 വേരിയബിൾ നെയിം ഇവിടെയും റീസൈസ്ഡ് 4 സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഹൈറ്റ് നമ്മുടെ ഒറിജിനൽ വിഡ്ത്ത് നമ്മുടെ ഒറിജിനൽ വിഡ്ത്ത് ആയിരിക്കും. പക്ഷേ ഹൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഇമേജ്. ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ സെയിം ആയിരുന്നു. ഹൈറ്റ് നമ്മൾ ഇതുപോലെ 100 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ലഭിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് വിഡ്ത്തും ഹൈറ്റും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ സാധിക്കും. ഉദാഹരണമായി നമുക്കിത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു 600 കൊടുക്കാം. 600 കൊടുത്ത ശേഷം നമ്മൾ സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോഴുള്ളതിനേക്കാളും ഹൈറ്റ് നമ്മൾ കുറച്ചുകൂടി കൂട്ടി ഈ രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഹൈറ്റും വിഡ്ത്തും നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സാധിക്കും. അവസാനമായി നമ്മൾ നോക്കുന്നത് നമ്മൾ താഴോട്ട് ഇത്രയും ഭാഗം കോപ്പി ചെയ്യുന്നു. ഇത്രയും ഭാഗം മുകളിൽ ഇത്രയും ഭാഗം പാർട്ട് 3 നമുക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്തതിന് ശേഷം അവസാനമായി നോക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റം ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് പാർട്ട് 5 ആണ്. ഓക്കെ, കസ്റ്റം ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റും വിഡ്ത്തും നമുക്ക് തന്നെ കൊടുക്കാമെന്ന് നോക്കാം. കസ്റ്റം ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. സോ ഇതിൽ വളരെ ഈസിയാണ്. സോ നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റ് എത്രയാണോ അതിവിടെ എൻ്റർ ചെയ്യുക. സോ നമ്മൾ വിഡ്ത്ത് നമ്മൾ 200 എൻ്റർ ചെയ്യുന്നു. ഹൈറ്റ് നമ്മൾ 200 എൻ്റർ ചെയ്യുന്നു. രണ്ടും 200 കൊടുക്കുന്നു. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. നമ്മൾ റീസൈസ്ഡ് 5 നമ്മൾ കൊടുക്കുന്നു. റീസൈസ്ഡ് 5 സേവ് ചെയ്ത ശേഷം നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ ഇമേജ് ലഭിക്കും. സോ നമ്മൾ അതുപോലെ റീസൈസ് ചെയ്ത 200x200 ഒരു ഇമേജും ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റും വിഡ്ത്തും ഇവിടെ കൊടുക്കാം. ഉദാഹരണമായി നമുക്കിവിടെ 1000x1000 കൊടുത്ത് നോക്കാം. 1000x1000 സേവ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒറിജിനൽ ഇമേജ്. ഇത് നമ്മൾ കസ്റ്റം ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റ് വിഡ്ത്ത് കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത ഇമേജാണ്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇമേജ് പല രീതിയിൽ നമുക്ക് റീസൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് റീസൈസ് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.